മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അനിഷേദ്യ ഉദ്ഘാടനം ചെയ്തു. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2025-26 വർഷത്തിൽ ക്ലബ്ബ് പരിധിയിൽ നിന്ന് SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 2025-26 വർഷത്തിൽ LSS, USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. അനുമോദന സദസ്സ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അനിഷേദ്യ ഉദ്ഘാടനം ചെയ്തു. അവരുടെ തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന രീതിയിലേക്കുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നത്. ഡിവൈഎഫ്ഐ ആയാലും യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരങ്ങൾ ഏറ്റെടുക്കുന്നു. ആ രീതിയിലേക്കുള്ള സമരമായിട്ട് നമ്മുടെ കേരളത്തിലെ എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കർഷക സമരത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ് 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്? വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. അന്ന് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും ആവേശകരമായിട്ടുള്ള സമരത്തിനാണ് അന്ന് ഈ കേരളത്തിനകത്ത് അയ്യങ്കാളി നേതൃത്വം നൽകിയിട്ടുള്ളത്. ക്ലബ്ബ് പ്രസിഡന്റ് കുതിരുമ്മൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK മഞ്ജിഷ മുഖ്യാതിഥിയായി. CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ B ഗംഗാധരൻ, V രാജൻ, AV പവിത്രൻ, CPIM മടിയൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ M നാരായണൻ, ശ്രീജിത്ത് P, CPIM കുളിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി TV രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി P സുനിൽകുമാർ സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ A സരോജിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നടന്നു. പുതിയ സെക്രട്ടറിയായി സുനിൽകുമാർ മടിയനെയും പ്രസിഡന്റായി നാരായണൻ കുതിരുമ്മലിനെയും ഖജാൻജിയായി സരോജിനി മടിയനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.